പാർലറിലൊന്നും പോകാതെ എന്നാൽ അവിടെ ചെയ്യുമ്പം കിട്ടുന്ന അതേ റിസൾട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയാലോ? ഫേസിനെ സോഫ്റ്റ് ആക്കാനും ഗ്ലോ ആക്കാനും നമ്മുടെ അടുക്കളയിലുള്ള 2-3 സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. തക്കാളി വേണം, പഞ്ചസാര, കാപ്പിപ്പൊടി, കടലമാവ്, കഞ്ഞിവെള്ളം. ഈ തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ നീരെടുക്കാം. ഈ നാരങ്ങ നീര് പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അതും നല്ലതാണ്. കുറച്ചും കൂടെ നല്ലത് തക്കാളിയിലേക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സ്ക്രബിങ് ആണ്. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിയിട്ട് ഫേസ് അപ്പം തന്നെ ഒരു ബ്രൈറ്റൻ ആവും. എന്നിട്ട് ഈ പാക്ക് ഒരു 5-10 മിനിറ്റ് മുഖത്ത് വെച്ചേക്കാം. മുഖത്ത് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ, സ്ക്രബിങ് കഴിയുമ്പം തന്നെ. എന്നിട്ട് നമുക്കിനി ഒരു പാക്ക് അപ്ലൈ ചെയ്യണം. പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് കടലമാവും കഞ്ഞിവെള്ളവും. നമ്മൾ രാവിലെ ചോറ് വാർത്ത് കഴിയുമ്പോൾ ഉള്ള കഞ്ഞിവെള്ളം ഇല്ലേ, നല്ല തണുത്ത കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്നത്. ഈ കടലമാവിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്തും കഴുത്തിലും നമ്മുടെ കയ്യിലും അല്ലെങ്കിൽ ഫുൾ ബോഡിയിലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ മുഖത്തുള്ള ടാൻ മാറ്റും, ഫേസിലുള്ള കുരുക്കൾ, പിന്നെ ചുളിവുകൾ, ആൻറ്റി ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് കഞ്ഞിവെള്ളം നമ്മളെ സഹായിക്കും. നമ്മൾ ഡെയിലി രാവിലെ നല്ല തണുത്ത കഞ്ഞിവെള്ളം മുഖത്ത് തേച്ചിട്ട് ഒരു 5-10 മിനിറ്റ് സോഫ്റ്റായിട്ടൊരു മസാജിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സും ഓപ്പൺ പോർട്സും ഒക്കെ മാറിയിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുറേക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അവരുടെ സ്കിൻ കെയർ തന്നെ ഈ കഞ്ഞിവെള്ളത്തിലും അരിപ്പൊടിയിലും ചോറും ഒക്കെ വെച്ചിട്ടാണ്. അപ്പം അതുപോലൊന്നും ആയില്ലെങ്കിലും നമ്മുടെ ഫേസ് ഒരു പാടോ കുരുക്കളോ ഒന്നുമില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.